ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു വാഴ കൊലച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാഴേൻ്റെ കൊല കൊത്താനുള്ള പരിപാടികൾ നമ്മൾ രാവിലെ തന്നെ ഉള്ളത്. ഇന്ന് സൺഡേ ആണെങ്കിൽ പിന്നെ എല്ലാവരും ലീവാണല്ലോ, അതുകൊണ്ട് രാവിലെ തന്നെ ഈ ഒരു കൊലയൊക്കെ കൊത്തി വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ കാണിക്കുന്നത് വെച്ചാൽ എൻ്റെ കൊല കൊത്തേണ്ട വാഴേൻ്റെ അടുത്തുള്ള വേറൊരു വാഴയാണ്. അതും കൊലച്ചിട്ടുണ്ട്, കണ്ടോ? അതിന് പൂമ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. താഴോട്ടേ കാണുന്നില്ല, അത് പക്ഷേ പൂവമ്പഴാണ്. നമ്മളിപ്പോൾ കൊത്താൻ വേണ്ടി പോകുന്നത് മൈസൂർ പഴത്തിൻ്റെയാണ്. ഇത് പൂവമ്പഴത്തിൻ്റെയാണ്. പക്ഷേ ഈ വാഴേൻ്റെ അവസ്ഥ ഇപ്പോൾ കുറച്ച് പരിതാപകരമായ അവസ്ഥയിലുള്ളത് കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ അവസ്ഥ ഇതാ, അടിയിൽ നിന്ന് പൊരിഞ്ഞു പോകാനായ അവസ്ഥയിലുള്ളത്. ഇന്നലെ വരെ നല്ല എന്താ പറയുക, അമിതാഭ് ബച്ചനെ പോലെ തല ഉയർത്തി നിന്ന വാഴയായിരുന്നു ഇത്. ഒറ്റ ദിവസം കൊണ്ട് ആ വാഴേൻ്റെ കഥ കഴിച്ചു കളഞ്ഞു. എന്താ ചെയ്യുക അല്ലേ? ഇങ്ങനത്തെ ആൾക്കാരും ഇല്ലല്ലേ ഇപ്പോൾ ഈ ലോകത്തിൽ. എന്താ ചെയ്യുക, വേറെ വഴിയില്ലല്ലോ. ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഇതാ വാഴ ചെരിഞ്ഞങ്ങ് കിടക്കുമെന്ന് പാവം. കണ്ടില്ലേ നിങ്ങൾ? ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പം ഞാനിപ്പോൾ ആ വാഴ എന്നോട് പറഞ്ഞു, നമുക്കത് എങ്ങനെയെങ്കിലും അതിനെക്കുറിച്ച് നിർത്തിയിട്ടൊന്ന് കെട്ടി വെക്കാൻ നോക്കാം. കാരണം അതിനെ കൊല്ലാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് നിർത്തി വെക്കാൻ നോക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉണങ്ങിയ ഇലയിൽ ഇങ്ങനെ എല്ലാം കുത്തി മുറിച്ചും കളയുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു കയറുകൊണ്ടോ മറ്റോ കെട്ടിയിട്ടൊന്ന് കുറച്ച് നിർത്തിക്കാൻ നോക്കാന്ന് വെച്ചാൽ വല്ലാത്തൊരവസ്ഥയിൽ അത് ആക്കി വെച്ചത്. നിർത്തി വെക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കയറ് കെട്ടിയാലും വലിച്ചാലും നമുക്ക് കിട്ടും തോന്നില്ല. അതിലിടക്ക് വൈകി അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് എന്തെല്ലോ ചിരിയും കളിയിലാക്കുന്നുണ്ട്. അതിനെ ആൻറ്റിയും എൻ്റെ കൂടി ഉണ്ട്. നമ്മളെല്ലാവരും കൂടിയാണ് കൊല കൊത്താനുള്ള തയ്യാറെടുപ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീഡിയോയിൽ. കൊല മോശമില്ലാത്ത കൊലയാണ്, വലിയതല്ല എന്നാലും മോശമില്ല. ഈ ഒടിഞ്ഞു കിടക്കുന്ന വാഴക്ക് ഒരു താങ്ങ് കുത്തിവെക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുള്ള ശ്രമത്തിലായിരുന്നേ ഞാൻ. എങ്ങനെയെങ്കിലും അതിനെ കൊള്ളിയോണ്ടോ മൊത്തം കുത്തിയിട്ടൊന്ന് നേരെ നിർത്തിക്കാൻ നോക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിന് നല്ല ഉറപ്പുണ്ടേ. വലിയ വാഴയതല്ലേ, നല്ല ഉറപ്പുള്ളതുകൊണ്ട് നമുക്കത് സാധാ ചെറിയ കൊള്ളി വെച്ചാലൊന്നും നിർത്തിക്കാൻ പറ്റില്ല എന്ന് തോന്നും. അത് കുറച്ച് നല്ല കട്ടിയുള്ള തന്നെ വേണം. തൽക്കാലത്തേക്ക് നമ്മൾ കയറ് കൊണ്ട് അവിടെ കെട്ടിവെക്കാന്നുള്ള തീരുമാനത്തിലുള്ളത്, അധികം ചാഞ്ഞ് വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിനി അടുത്ത പോകുന്ന വെച്ചാൽ നമ്മളെ കൊലകൊത്തൻ്റെ വാഴേൻ്റെ അടുത്തേക്കാണ്. ഇതാണ് നമ്മളെ കൊലകൊത്തൻ്റെ വാഴ എന്ന് പറയുന്നത്. ഇതാ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇതാ കൊല നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ കൊത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കൊല കൊത്തുന്നത്. മറ്റെനിക്കിങ്ങനെ കൊല കൊത്താനൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് ഒരു കൊല കൊത്താൻ വേണ്ടി പോകുന്നത്. അത് ഞാൻ നട്ട വാഴ കൊലിച്ചിട്ടായത് തന്നെയാണെന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇപ്പം കൊല കണ്ടില്ലേ മുകളിൽ? അപ്പോൾ അതാണ് നമ്മൾ കൊത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. കത്തുമ്പോൾ ടച്ച് ചെയ്ത് പിടിക്കേണ്ടത്. ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടോ? പേടിയുണ്ടാ? കഴുങ്ങുമത്തല്ല കാലത്ത് നല്ല വണ്ടിയാണ് പഠിക്കാം. കിട്ടുന്നുണ്ടാക്കി മോളിൽ നിന്ന് വെട്ടണോ? അതുപോലെ കെട്ടിട്ട് നോക്കട്ടെ. ഞാൻ കൊത്തി തരണം. മറ്റേ കൊത്തിനുള്ളത് അരക്കല്ലേ
കടവാതിൽ കൊത്തിയത് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ടാണ്ടില്ലേ? കടവാതിൽ കൊത്തിയിരുതാ, 2 കൈ കടവാതിൽ കൊത്തിയിട്ട് പോയി, പിന്നെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടയ്ക്കാൻ വരുന്നു വൈകേ. ഇതിപ്പോൾ വെച്ചാൽ ഇതാണ് കൊല. എടുക്ക്. മനസ്സിൽ ചേച്ചിയില്ല കൊല കൊത്തണം. ഇതാ കൊത്തിയിട്ടാ. അല്ലേ നോക്ക്. Dora. Dora. Di. Dora. Cuku 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 cuku. പാമ്പ് ആടിയുണ്ടൊരു കഷ്ണം കേട്ടോ, അതെടുക്ക്. അതാക്കി കൊത്തുമ്പോൾ വീണ് ഞാൻ ചെറിയ കഷ്ണത്തിൻ്റെ.